ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഫസ്റ്റ് കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തമിഴ്നാട് സ്പെഷ്യൽ ഐറ്റമാണ്. സുണ്ടക്കഞ്ചി എന്നാണ് അവിടെ അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്ക് വേണ്ട ആവശ്യമായ സാധനങ്ങൾ, ഫസ്റ്റ് നമ്മൾ ഏതാണ് അരി, നമുക്ക് വീട്ടിൽ ഉപയോഗിക്കുന്ന അരി തന്നെ എടുക്കാം. അപ്പോൾ അതിപ്പോൾ ഞാനിപ്പോൾ നമുക്ക് ഒരു 5 പേര് കഴിക്കാനുള്ള രീതിയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ തൈര് വേണം, നല്ല ഫ്രഷ് തൈര് എടുക്കണം. പിന്നെ കല്ലുപ്പ് വേണം. അതിനുശേഷം ചെറിയുള്ളി, നമ്മുടെ നാടൻ ചെറിയുള്ളി, പിന്നെ കുറച്ച് പച്ചമുളക്, പിന്നെ നല്ല ഒരു മീഡിയം പുളിപ്പുള്ള മാങ്ങ. പിന്നെ ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, നമ്മൾ ചെയ്യുമ്പോൾ ഈ മൺചട്ടിയിൽ തന്നെ ചെയ്യണം, അപ്പോഴാണ് അതിൻ്റെ ഒരു ഫുൾ ടേസ്റ്റ് കിട്ടുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് ആദ്യം അരി കഴുകിയിട്ട് തന്നെ തുടങ്ങാം. ഓക്കെ, ഇപ്പോൾ വീഡിയോ കിടക്കുകയാണ്. അരി നല്ല വൃത്തിയായി കഴുകിയിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് വെള്ളത്തിൽ തന്നെ ഇട്ട് വയ്ക്കാം, കുതിർന്ന് വയ്ക്കാം. നമ്മളപ്പോൾ ബാക്കിയുള്ള ഇതെല്ലാം കട്ട് ചെയ്യുന്ന സമയത്ത് നന്നായി വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം നമുക്ക് ഒരു 2 മാങ്ങ അല്ലെങ്കിൽ ഒരു മീഡിയം സൈസ് 2 മാങ്ങ ഇതിനാവശ്യമായിട്ടുണ്ട്. ഒരു മീഡിയം പുളിപ്പുള്ള മാങ്ങ, ഒരുപാട് പുളിപ്പ് വേണ്ട, നമുക്ക് നോർമൽ പച്ചയ്ക്ക് കഴിക്കാൻ പറ്റുന്ന പോലത്തെ മാങ്ങ. ചെറിയുള്ളി വെട്ടണമെന്നില്ല, പക്ഷേ കുറച്ച് വലിയ പീസുകളൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് 2ആയിട്ട് മുറിച്ച് കൊടുക്കും. അപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മെല്ലെ നമ്മൾ കഴുകിയിട്ടാൽ ഈ അരി ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഈ റൈസ്, തലേന്നുണ്ടാക്കിയ റൈസ് അല്ലെങ്കിൽ സുണ്ടക്കഞ്ചി, ഇതൊക്കെ നമ്മൾ 8 മണിക്കൂർ കൂടുതൽ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ അതിൽ പല വിറ്റാമിൻസിൻ്റെ ബെനിഫിറ്റ്സ് ഉണ്ട്. അതൊക്കെ വിറ്റാമിൻ B12 to B17, ഇതൊക്കെ പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ നമ്മുടെ ക്യാൻസർ വരെ വരാതിരിക്കാൻ പ്രതിരോധിക്കുന്ന വിറ്റാമിൻസൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെയുള്ള ഇതിന് നമുക്ക് കിട്ടും. പിന്നെ ബോഡിനെ നന്നായി കൂൾ ചെയ്യുന്നത്, അങ്ങനെയുള്ള ഓരോ ഹെൽത്ത് ബെനിഫിറ്റ്സൊക്കെ ഉണ്ട്. നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ക്ലിയർ ചെയ്യും. അങ്ങനെയുള്ള ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് കിട്ടുന്ന ഒരു ഐറ്റമാണ് ഈ സുണ്ടക്കഞ്ചി, അല്ലെങ്കിൽ നമ്മുടെ ഈ പഴങ്കഞ്ഞി, നമ്മൾ നാട്ടിൽ ചെയ്യുന്ന പഴങ്കഞ്ഞിയൊക്കെ. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഏതുവരെയായെന്ന്. ഇപ്പോൾ കണ്ടില്ലേ, ഇത് കഞ്ഞിപ്പരുവായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കറക്റ്റ് വേവളവ്. അപ്പോൾ നമുക്കിത് ഇറക്കി വയ്ക്കാം. നമുക്കിതൊന്ന് ചൂടാറുന്ന വരെ നമുക്ക് ഇതൊന്ന് ഇങ്ങനെ എടുത്ത് വയ്ക്കണം. അപ്പോൾ ആ സമയത്തിന് നമുക്കൊരു വേറൊരു പരിപാടി സെറ്റാക്കാനുണ്ട്. അപ്പോൾ ഇത് ചൂടാകട്ടെ അല്ലേ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇനി മെയിൻ പാർട്ടാണ് ഇവിടെ. നമുക്ക് സുണ്ടക്കഞ്ചി നമ്മളിനി ഇതിങ്ങനെ ഒരു ചെറിയ കുഴിയെടുത്ത് ബറി ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മൾ ഈ വീട്ടിൻ്റെ പുറയിൽ തന്നെയാണ് സെറ്റ് ചെയ്ത് വയ്ക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ച് നേരത്തെ തന്നെ. അപ്പോൾ ഇവിടെയാണ് നമ്മളിപ്പോൾ കുഴിയെടുക്കുന്നത്. അത് കുഴിയെടുത്ത് ഇതിനകത്ത് നമ്മളത് കലം നമ്മൾ ഇറക്കി വെക്കണം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ കഞ്ഞി സെറ്റായിട്ടുണ്ട്.
നമ്മൾ തണുപ്പിച്ച് എടുത്തു കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി അതിൽ വേണ്ട ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ തൈരാണ്, നമ്മൾ ആദ്യം തന്നെ എടുത്ത് വെച്ച തൈരില്ല, നല്ല ഫ്രഷ് തൈരാണ്, വീട്ടിലുണ്ടാക്കിയ തൈര്. ഇത് നമ്മൾ ഒഴിച്ച് കൊടുക്കണം. നമ്മളൊരു 1/2 ലിറ്റർ തൈര് എടുത്തിരിക്കുന്നു. അപ്പോൾ 1/2 ലിറ്റർ നമ്മൾ ഈ ഫ്രഷ് തൈര് ഒഴിച്ച് കൊടുക്കും. അതിനുശേഷം നമ്മൾ ഈ മാങ്ങ ഒരു മാങ്ങ അല്ലെങ്കിൽ 1.5 മാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നതിന് 1.5 മാങ്ങ ഇട്ട് കൊടുക്കണം. മാങ്ങ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ മുറിച്ച് വെച്ച ചെറിയ ഉള്ളി, പിന്നെ പച്ചമുളക്. ഇത് ലാസ്റ്റ് നമ്മൾ ഉപ്പ്. അപ്പോൾ ലാസ്റ്റ് നമ്മൾ വേണ്ടത് ഉപ്പ്. നമ്മൾ കല്ലുപ്പാണ് യൂസ് ചെയ്യേണ്ടത്. കല്ലുപ്പാണ് ഏറ്റവും ബെറ്റർ. നമ്മൾ കല്ലുപ്പ് ഇട്ട് കൊടുക്കാം. അതാകുമ്പോൾ അതിൽ ഒരു മായം ഒന്നും ഇല്ലാത്തതാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ഇത്ര മതിയാവും. അതിപ്പോൾ നമുക്ക് ഉപ്പ് കുറവാണ് തോന്നിക്കഴിഞ്ഞാൽ കൂടെ നമ്മൾക്കത് ലാസ്റ്റ് നമ്മൾ കെട്ടിവെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം യൂസ് ചെയ്യുമ്പോൾ അപ്പോഴും നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്തിട്ട് നമുക്ക് അതിലൂടെ ഓക്കെ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾക്കിത് ശേഷം നമ്മൾ നന്നായിട്ട് സീൽ ചെയ്യണം. അപ്പോൾ ഞാനിവിടെ നമ്മുടെ വാഴയില, നാടൻ വാഴയിലയാണ് യൂസ് ചെയ്യുന്നത്. വാഴയില കൊണ്ട് നന്നായിട്ടൊന്ന് സീൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര സേഫാക്കാൻ പറ്റുന്നോ അത്രയും സേഫായിട്ടത് സീൽ ചെയ്തിടാം. വാഴയിലയും തുണിയും കൊണ്ട് ഞാൻ സീൽ ചെയ്യാൻ പോകണം. നമ്മൾ വാഴയിലിട്ട് കെട്ടിയിട്ടുണ്ട്. പക്ഷേ നമ്മളൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇതിന് പുറത്ത് അതൊരു മണം, അതിൻ്റെ ഒരു ഇത് കെട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു തുണി, വൈറ്റ് തുണി ഇട്ടിട്ട് ഏതെങ്കിലും ഒരു നോർമൽ തുണി കെട്ടി കൊടുത്തിട്ട് അപ്പം ഞാൻ ഡബിൾ സേഫ്റ്റിക്കായിട്ട് ഒരു ഓയിൽ പേപ്പർ ഇട്ട് നല്ല ടൈറ്റായിട്ടൊന്ന് എയർ ടൈറ്റ് ചെയ്യുന്നുണ്ട്. അത് നമുക്കൊന്ന് സേഫായിരിക്കും, മണ്ണൊന്നും കയറാതിരിക്കാൻ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ എല്ലാം സെറ്റായിട്ടുണ്ട്. കുഴിയൊക്കെ നമുക്കത് ഇറക്കി വയ്ക്കാം. അപ്പോൾ നമ്മളൊരു സേഫ്റ്റി ഒന്നുകൂടെ ഈ വാഴയില ഒന്നുകൂടെ വെച്ച് കൊടുക്കാം നമുക്ക്. എന്നിട്ട് കുറച്ച് കുറച്ചായിട്ട് മണ്ണൊക്കെ ഇട്ട് കൊടുക്കും. ആദ്യം സൈഡ് കൊടുത്തിട്ട് മുകളിൽ കൊടുക്കണം. സൈഡ് നമ്മൾ ഫില്ല് ചെയ്യാം. ആക്ച്വലി സുണ്ടക്കഞ്ചി എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ തീരദേശത്തുള്ളവർ ചെയ്യുന്നൊരു പരിപാടിയാണ്. കാരണം അവർക്ക് കടലിലൊക്കെ പോകുമ്പോൾ ഈ രാവിലെ തന്നെ ഭക്ഷണങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ട് അവരിങ്ങനെ തലേ ദിവസം ഉണ്ടാക്കി എടുത്ത് വെച്ചിട്ട് അവർ കടലിൽ പോകുമ്പോൾ പോണ സമയത്ത് കൊണ്ടുപോകും. അപ്പോൾ അത് നല്ലൊരു ആരോഗ്യമായിട്ട് നല്ല ബെനിഫിറ്റുള്ളൊരു സംഭവമാണ്. അങ്ങനെ ഉണ്ടായൊരു സംഭവമാണ് സുണ്ടക്കഞ്ചി എന്ന് പറയുന്നത്. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മുടെ സുണ്ടക്കഞ്ഞി നമ്മൾ മണ്ണിനടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നാളെ രാവിലെ നമുക്ക് നല്ല ഫ്രഷായിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ഓക്കെ, ബൈ. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മുടെ സുണ്ടക്കഞ്ചി ഒരു ഡേ ഒരു നൈറ്റും ഫുള്ളായി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇന്ന് രാവിലെ ഇപ്പോൾ എടുത്ത് നോക്കിയിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മളിത് എടുക്കുമ്പോൾ ഒന്ന് സൂക്ഷിച്ചെടുക്കണം. കാരണം ഇത് പൊട്ടാനോ മേലത്തെ നടപ്പൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് മെല്ലെ പതിയെ എടുക്കണം. മണ്ണ് ഫലം പൊട്ടാതെ എത്ര അടിയിൽ കുഴിച്ചിട്ട് കൈ കൊണ്ട് മെല്ലെ പതിയെ എടുക്കാം. കാരണം അത് പൊട്ടിപ്പോകരുത്.
സെറ്റായിട്ടുണ്ട്. ഒന്നുമില്ല, നല്ല വൃത്തിയായിട്ട് തന്നെ ആയിട്ടുണ്ട്. പിന്നെ ഇത് എൻ്റെ അഴിച്ച് ടേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ ഗായ്സ്, അപ്പം നമ്മുടെ കഞ്ഞിക്കലം സുണ്ടക്കഞ്ഞിക്കലം നമ്മൾ തുറക്കാൻ പോവുകയാണ്. നോക്കാം അതിൽ എങ്ങനെയാണ് സെറ്റപ്പ് ആണ്. കഴിച്ചിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അകത്ത് മണ്ണൊന്നും കയറിയിട്ടില്ല, എല്ലാം സേഫാണ്. നല്ല മാങ്ങൻ്റെ മണമൊക്കെ കിട്ടുന്നുണ്ട്. നമുക്കിത് ഇപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന സാധനങ്ങൾ പറഞ്ഞാൽ നമ്മുടെ ഇത് ഉണക്കമീനാണ്. നമ്മുടെ സ്രാവിൻ്റെ ഉണക്ക സ്രാവിൻ്റെ വറുത്താണ് ഇത്. മാങ്ങച്ചാറ്, മാങ്ങ, പിന്നെ മാങ്ങൻ്റെ അതിലിട്ട മുളകൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, പൊളിയാണ് സാധനം, നല്ല സൂപ്പറായിട്ടുണ്ട്. നമ്മുടെ പാലക്കാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഉഷാറായിട്ടുണ്ട്, നല്ല ചൊടുക്കനുണ്ട്. നമ്മുടെ ഇതിൻ്റെ ആ പുളിപ്പും ആ മീനിൻ്റെ കൂടെ കഴിക്കുന്ന ആ മീനിലുള്ള എരിവും എല്ലാം കൂടെ അതിലിട്ട മാങ്ങയുടെയൊക്കെ ടേസ്റ്റ് അതേപോലെ അങ്ങനെ നമ്മുടെ ഈ സുണ്ടക്കഞ്ചിയിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ അടിപൊളിയൊരു സംഭവമാണ്. നമ്മുടെ ഈ ചൂട് കാലത്ത്, ഈ വേനൽക്കാലത്ത്, ഇപ്പോൾ രാവിലെ ഇപ്പോൾ 8 മണി സമയം, 8 മണി ഈ സമയത്ത് നമ്മൾ ഇതൊക്കെ കഴിച്ചിട്ട് എന്തിരുന്നാൽ നമ്മൾ നല്ല ബോഡി കൂളായിരിക്കും, നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്യുക, അടിപൊളിയാണ്, സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. ഓക്കെ, ഓക്കെ ഗായ്സ്, അപ്പം മറക്കാതെ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. ബൈ.